ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം 300-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ പറ്റി 299 ക്ലാസുകൾ പഴയ നിയമ പ്രവാചകന്മാരെ പറഞ്ഞ കാര്യങ്ങളും രേഖപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. തുടർന്ന് പുതിയ നിയമത്തിൽ കർത്താവ് താൻ തന്നെ വരുമെന്നുള്ള കാര്യം പ്രസ്താവിച്ചിരിക്കുന്നത് ഓർമ്മിക്കാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മഹാപുരോഹിതന്റെ മുമ്പിൽ കെട്ടപ്പെട്ടവനായി നിൽക്കുന്നു. മഹാപുരോഹിതൻ ചോദിക്കുന്ന ചോദ്യം മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വാക്യം, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവന് കൊടുത്ത മറുപടി, ഞാൻ ആകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് കാണും എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ പറഞ്ഞ കാര്യമാണ്, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു, ഇവന് മരണയോഗ്യൻ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത മഹാപുരോഹിതൻ ചെയ്തത് അവന് വസ്ത്രം വലിച്ചു കീറി ദൂരെ കളഞ്ഞു. എന്റെ ഭാഷയാണ്, ബൈബിളിൽ അങ്ങനെ ഉണ്ട് വസ്ത്രം കീറിയെന്ന് എന്ന് പറഞ്ഞാൽ ഇനി ലോകത്തിൽ മഹാപുരോഹിതന്റെ ആവശ്യമില്ല. ലോകത്തിലെ മധ്യസ്ഥനായിട്ട് ഒരുവനെയും വേണ്ട, ഒരു മഹാപുരോഹിതനും വേണ്ട എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു. ഒരു കാരണവശാൽ മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറാൻ പാടില്ല. പക്ഷേ വസ്ത്രം കീറി. മുടി വിച്ചിപ്പറിക്കാൻ പാടില്ല. കാരണം സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യനല്ലാത്തോണ്ട് വസ്ത്രം വലിച്ചു കീറി എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ കർത്താവായ യേശുവിനെ പല കോടതികളിൽ മാറി മാറി വിസ്തരിച്ചു. മൊത്തം 7 കോടതിയിലാണ് തന്നെ മാറി മാറി വിസ്തരിച്ചത്. ഈ വിസ്തരിച്ചിടത്ത് എങ്ങും കുറ്റക്കാരെന്ന് തെളിയുവാൻ സാധിച്ചില്ല. കാരണം കുറ്റമില്ല. ഒന്നാമത്തെ കോടതി എന്ന് പറയുന്നത് ന്യായാധിപ സംഘമാണ്. അത് യഹൂദന്മാരെ കൂടി വരുമ്പോൾ ന്യായാധിപ സംഘമുണ്ട്. അവിടെ കൊല്ലുവാൻ വരെയും യഹൂദന്മാർക്ക് റോമൻ സാമ്രാജ്യം അധികാരം കൊടുത്തിട്ടുണ്ട്. കല്ലെറിഞ്ഞ് കൊല്ലുവാനും ഏത് നിലയിൽ കൊല്ലുവാനും അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ന്യായാധിപ സംഘത്തിലെ ശിക്ഷിക്കാൻ സാധിച്ചില്ല. രണ്ടാമത് പോയത് കയ്യാഭാവുന്ന പുരോഹിതനടുക്കെ ചെന്നു. അദ്ദേഹത്തിനും ഒന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. മൂന്നാമതായി പോയ ഹന്നാവിന്റെ അരമനയിൽ ചെന്നു. അദ്ദേഹത്തിന് വിസ്തരിപ്പാൻ പാടില്ല. ഇതെല്ലാം അവിടുത്തെ കോടതികളാണ്. അടുത്തത് ഹെരോദാവ് വിസ്തരിച്ചു. ഹെരോദാവ് വിസ്തരിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ലൂക്കോസ് 23-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം ഹെരോദാ രാജാവിന് മുമ്പിൽ ഹാജരാക്കി. അവിടെ വായിക്കുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. ഒരിക്കലും ഒരു ന്യായാധിപന്റെ മുമ്പിൽ കുറ്റക്കാരൻ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു സന്തോഷിക്കുന്ന പദ്ധതികളൊന്നുമില്ല. അവനെക്കുറിച്ച് കേട്ടിരുന്നതേ ഉള്ളൂ. പക്ഷേ ഹെരോദാവ് അത്ര മോശമായതുകൊണ്ട് യേശുവിന്റെ അടുക്കലൊന്നും
ഒന്നും താല്പര്യപ്പെട്ടില്ല. കാണാൻ വളരെ കാലമായി ഇച്ഛിച്ചതിന്റെ കാര്യം അവൻ വലിയ അടയാളങ്ങൾ ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു. അവന് ഏറിയോ ചോദിച്ചിട്ട് അവന് ഉത്തരവൊന്നും പറഞ്ഞില്ല. കാരണം എന്റെ ഭാഷയെ പറഞ്ഞാൽ ഇത്രയും മോശമായി ജീവിക്കുന്ന ഒരുവനോട് യേശുവിന്റെ ഒരു ഉത്തരത്തിന് ആവശ്യമില്ല. അത്ര മഹാഭാവിയാ ജീവിക്കുന്ന ഹെരോദാ രാജാവിന്റെ ചോദ്യത്തിന് മുമ്പില് നമ്മുടെ കർത്താവ് ഒരു മറുപടിയും കൊടുത്തില്ല. നമ്മൾ ആത്മീയ ജീവിതത്തിലൊക്കെ ഒന്ന് പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ അവൻ ചെയ്തത് അതിന് 11-ാമത്തെ വാക്യം വായിക്കുമ്പം അവനെ പരിഹസിച്ചു, നിസ്സാരനാക്കി. ഇന്ന് ഒരു കോടതി പോലും മജിസ്ട്രേറ്റ് ആയിരുന്നാലും ജഡ്ജി ആയിരുന്നാലും ഈ വിധത്തിലുള്ള പദ്ധതികളൊന്നും ചെയ്യുകയില്ല. പിന്നെ ഒരു കാര്യം ചെയ്തു, ഒരു വെള്ള ഉടുപ്പ്, ഒരു ശുഭ്രവസ്ത്രം ധരിപ്പിച്ചു. ഇവനെ കൊണ്ട് പീലാത്തോസിന്റെ അടുക്കലേക്ക് വിടാൻ പറഞ്ഞു. 5, 6, 7 പ്രാവശ്യം പീലാത്തോസിന്റെ കോടതിയിൽ യേശുവിനെ വിസ്തരിച്ചു. എന്നാൽ അവിടെയും ഒരു കുറ്റവും കാണാൻ സാധിച്ചില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. 1 ന്യായാധിപ സംഘം, 2 കയ്യാഫാവ്, 3 അന്നാവിന്റെ അരമന, 4 ഹെരോദാവ്, 5, 6, 7 പീലാത്തോസിന്റെ കോടതിയിൽ. അതെന്നാ പറയുന്നത് 5 കോടതിയിൽ 7 പ്രാവശ്യം വിസ്തരിച്ചിട്ടും കുറ്റമൊന്നും കണ്ടില്ല. അടുത്തോളെ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ, ഒരു ജഡ്ജി വിളിച്ചു പറയുകയാണ് ഇവൻ കുറ്റക്കാരനെന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുമോ? കൊല്ലത്തില്ല, വെറുതെ വിടിയുള്ളൂ. പക്ഷെ അടുത്ത ചോദ്യം എന്താണ്? 7 കോടതിയും നമ്മുടെ കർത്താവിനെ കുറ്റക്കാരനെ കണ്ടില്ല. പിന്നെ എങ്ങനെ ക്രൂശിക്കപ്പെട്ടു? അതാണ് നമുക്കറിയേണ്ട കാര്യം. യേശു ക്രൂശിക്കപ്പെട്ടേ പറ്റുള്ളൂ. പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞ പ്രവചനം, മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വഴിയില്ല, യേശു ക്രൂശിക്കപ്പെട്ടേ പറ്റുള്ളൂ. യൂദായെ, നിനക്ക് മാറാമായിരുന്നു. ന്യായാധിപ സംഘം, നീ മാറിപ്പോകാമായിരുന്നു. കയ്യാമാവും മാറിപ്പോകാമായിരുന്നു. ഹെരോദാവ് മാറിപ്പോകാമായിരുന്നു. പീലാത്തോസും മാറിപ്പോകാമായിരുന്നു. കാരണം അവർക്കെല്ലാവർക്കും ആഗ്രഹം യേശു ക്രൂശിക്കപ്പെടണമായിരുന്നു. അതുകൊണ്ട് എന്ത് യേശുവിന്റെ ആ ക്രൂശീകരണത്തിന്റെ കുറ്റങ്ങൾ ഓരോരുത്തരാണ് എന്ന് ഓർത്തുകൊള്ളുക. അവസാനം ഒരു വാക്കൂടെ പറയട്ടെ. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ് കോടിക്കണക്കിന് ദൈവമക്കൾ ഇന്ന് ദൈവമക്കളായി തീരുവാനുള്ള ഏക വഴി അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ പറയട്ടെ. ലോകത്തിലെ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുക, ഇന്ത്യയിൽ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുക. ആരും അറിയുന്നില്ല. ഇന്ത്യയിൽ ഇവിടെ പീഡിപ്പിക്കുന്നവരുടെ കാര്യങ്ങൾ അറിയുന്നുള്ളൂ, ജയിലിൽ ഇട്ടവരുടെ കാര്യങ്ങൾ അറിയുന്നുള്ളൂ, അരാളനാലയം തല്ലിപ്പൊളിച്ച കാര്യങ്ങൾ അറിയുന്നുള്ളൂ. ഞാൻ വടക്കേന്ത്യയിൽ 10-40 ദിവസം കർത്താവിന് വേറെ ബന്ധത്തിൽ പോയിട്ടുള്ളവനാണ്. പക്ഷേ ശക്തമായ ഉണർവ് ഇന്ത്യയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മാത്രമല്ല, ലോകത്തിൽ പലയിടങ്ങളിലും. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, യേശു വരാറായി, പോകുവാൻ തയ്യാറുക. നമ്മുടെ ഭാരതത്തിൽ ഉണർവുണ്ടാകും. നിങ്ങളും അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.